ഉണ്ണി ഉണ്ണി അവളെ കാണാനായിട്ട് പാർട്ടിക്കാർ വരുന്ന പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. അല്ല, അവള് പാർട്ടി ചേർന്നു. കാര്യം തന്നെ വിളിക്കും. അപ്പൊ ഉണ്ണിയല്ലേ പറഞ്ഞു അവളെ കാണാനായിട്ട് പാർട്ടിക്കാർ വരുന്ന പറഞ്ഞില്ല. പക്ഷെ അത് അങ്ങനെയല്ല. അവളെ പെണ്ണ് കാണാൻ വേണ്ടി ചെറുക്കനും പിന്നെ പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ ചെറുക്കന്റെ കൂടെ ഉള്ള ആൾക്കാരെ പറഞ്ഞ ചെറുക്കന് പാർട്ടി എന്ന് പറഞ്ഞ ആണോ? മോളുടെ കല്യാണ കാര്യത്തിലല്ലേ? പിന്നെ ഇത് വേറെ കാര്യം. അമ്മയുടെ അസുഖത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഒരു പെൺകൊച്ചിന്റെ കല്യാണം നടന്നു പോണ, മനസ്സിലായോ? അങ്ങനെ പറയില്ല. അത് അമ്മ അറിഞ്ഞോണ്ട് ചെയ്യണാണോ ഇത്? അവനൊന്ന് ആലോചിച്ച് നോക്കി. ആ മിന്നലടിച്ച ഡാൻസുകാരിയുടെ ഏതാണ്ട് അതല്ല പറയണേ. അത് അമ്മ അറിഞ്ഞോണ്ട് ചെയ്യണാണോ? ഈ അച്ഛന്റെ കൂടെ അന്ന് പരിപാടി കാണാൻ പോയി. ഈ മറ്റേ ക്യാബ് ഡാൻസുകാരിയുടെ മറ്റേ ആത്മാവ് വരുന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ പെൺകൊച്ചിന്റെ കല്യാണം നടത്തുമ്പോ അമ്മ ഒന്ന് ആ അസുഖം ഇല്ലാത്ത പോലെ ഒന്ന് നിൽക്കണം. എങ്ങനെയെങ്കിലും നമുക്ക് നമ്മളെ പെൺകൊച്ചിന്റെ കല്യാണം അമ്മ. അതുകൊണ്ടാ അമ്മ ഒന്നും ചെയ്യില്ല. അമ്മ മിന്നൽ കൂടി കളിക്കില്ല. ഇല്ല കിടക്കുന്ന ഫാനെ കയറി പിടിക്കുക. ഇല്ല. പിന്നെ കുടിമരത്തിന് മേളിൽ കയറുക. ആ സൈസ് വേലാനൊന്നും കാണിക്കരുത് കേട്ടോ. എന്നെ അങ്ങനത്തെ മിന്നലല്ലോ. എന്നെ മിന്നൽ ബസ്സിൽ ഇടിച്ചല്ലേ അത്? എന്നെ മിന്നൽ ബസ് ഇടിച്ചതാണല്ലോ, അല്ലാണ്ട് മറ്റേ മിന്നലല്ലോ. അല്ല, ഞാൻ ഇത് എന്താണേലും അമ്മ ഇത് ഒന്ന് സൈലന്റ് ആയിട്ട് അടങ്ങി നിൽക്കണം. അവര് വന്ന് പോകുന്ന വരെ മാത്രം മതി. അവിടെ ഒന്ന് കെട്ടിച്ചിറക്കി വിടത്തെ കേട്ടോ. കരയാൻ പറഞ്ഞല്ല എങ്ങ് വന്നേ. എനിക്കറിയാം. കരയാൻ പറഞ്ഞല്ല കേട്ടോ. അപ്പൊ നടങ്ങി ഒഴുകി നിന്നാ മതി. അവള് ഒഴുകിയില്ലേ? അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കും മോനെ. എടിയേ ചേട്ടാ, എനിക്കൊരു കാര്യം പറയണം. ഇന്നിനി എന്നെ ആര് പെണ്ണാണോ വന്നിരുന്നാലും അവർക്ക് എന്നെ കെട്ടിച്ചു കൊടുത്തേക്കണം. എനിക്കിനി ആരുടെ മുന്നിൽ ഒരുങ്ങി കെട്ടി നാണം കെടാൻ വയ്യ. നീ ഇനി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടാം. അതുകൊണ്ട് ഈ വന്നവന്റെ നിലയിൽ നിന്നെ കെട്ടിവെച്ച് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. മനസ്സിലായോ? റെഡിയായിട്ട് വന്നു. ചായയും കാര്യങ്ങളെല്ലാം റെഡിയല്ലേ? അവരെപ്പോഴാ വന്നെന്നറിയില്ല. വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മള് കാര്യങ്ങൾ നടത്തി ഇത്രയും വേഗം ഒരു ഡേറ്റ് കണ്ടു പോലെ മതി മതി. പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ. ഞാൻ ശ്രദ്ധിച്ചോളാം. അമ്മ ഒരിക്കുന്നു ഞങ്ങൾ രാവിലെ പോലെ നോക്കിക്കുവായിരുന്നു. ഇത് ചെറുക്കൻ്റെ അച്ഛൻ, അത് ചെറുക്കന്റെ അമ്മ, ഇതാണ് ചെറുക്കൻ. പിന്നെ എന്നെ അറിയാലോ, ബ്രോക്കർ അറിയാം. പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലല്ല. ഞാനാണ് ചെറുക്കന്റെ അച്ഛൻ, ഇത് ചെറുക്കന്റെ അമ്മ, ഇത് ചെറുക്കൻ, ഇത് പിന്നെ ഞങ്ങളെ മൂന്നാൻ. അതെ, അത് ശരിയാ. ഞാൻ അമ്മ, അത് അച്ഛൻ, ഇത് ഞങ്ങളുടെ മോൻ, ഇത് ബ്രോക്കർ. അറിയാം. നിങ്ങൾക്കൊക്കെ നാണമില്ലേ? ഒരു വീട്ടിൽ വന്നിട്ട് പിന്നെ അങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലായിരുന്നു. ഞങ്ങൾ മനസ്സിലായി. അതെ, ഒന്നും വിചാരിക്കല്ലേ. ഒന്നും വിചാരിക്കില്ല. അവര് മനഃപൂർവ്വമല്ല. അതെ അല്ലേ. ഇത് അച്ഛൻ, ഇത് അമ്മ, അത് ബ്രോക്കർ, ഞാൻ ചെറുക്കൻ. കറക്റ്റ് ഫാമിലി. കെട്ടിച്ചങ്ങ് വീടും ഓണം കൂടാൻ പോലും തിരിച്ചിങ്ങ് വന്നേക്കരുത്. ആ ചെറ്റേനെ കണ്ട് മനസ്സിലായോ? വന്നു കഴിഞ്ഞാൽ നീ വിധവയാവും. അത് ഓർത്തോ. അപ്പനും മോനും. എത്ര മക്കളാ? എത്ര മക്കളാണ്? എനിക്ക് മൂന്നാ. അച്ഛാ, മക്കള് മൂത്തവരാ? മൂത്ത അച്ഛനാ. ഇവിടെ മൂപ്പ അമ്മയ്ക്കാ. പിന്നെ ഞങ്ങള് രണ്ട്, ഇത് അനീത്തി, ഞാൻ ആങ്ങള. ഞങ്ങൾ രണ്ട് മക്കളാണ്. ഓ ശരി. അങ്ങനെ. വീട് എവിടെയാന്ന് പറഞ്ഞു? വീട് മുറ്റത്തിനടുത്താ. കറക്റ്റ് ഫാമിലി ഞാൻ പറഞ്ഞില്ലേ? മുറ്റത്തിനടുത്ത്. അതല്ല ഞാൻ പറഞ്ഞത്. ഈ വീടിന്റെ സ്ഥലം കറക്റ്റ്. അത് പോസ്റ്റ് ഓഫീസിന്റെ അടുത്തായിട്ട്. പോസ്റ്റ് ഓഫീസ് മാത്രമേ വീട് കണ്ടുപിടിക്കാൻ വലിയ പാടായിരിക്കുമല്ലോ അല്ലേ? നിങ്ങളെവിടാ? എന്തോ നിങ്ങളെവിടെവിടാ? ഇവിടെ വീട് എവിടെയാന്ന്? ഇത് ഞങ്ങളുടെ വീടാ. അപ്പൊ ഇനിയിപ്പം കാര്യങ്ങള് അമ്മ. അയ്യോ, അച്ഛാ, ഞാൻ ആദ്യത്തുള്ള അമ്മയുടെ കാലിലൊന്ന് തൊട്ട് വന്നിട്ടോട്ടെ. ചെല്ലു പോയി. മോനെ അമ്മ നന്നായി വരും. എന്റെ പൊന്നേട്ടത് എന്താ സംഭവം? എന്താ പറയാം നിർത്തിട്ട് മോനെ പേച്ചത്തറ മൊത്തം കാണിച്ചിട്ട് ഇനി കിടന്ന് അഭിനയിക്കില്ല കേട്ടോ. അറിയാലോ, ഞാൻ അറിഞ്ഞോണ്ട് ചെയ്യുന്നതാണ്. ഈ തള്ളനെ പിടിച്ചോട്ടോ. അതെ, ഒന്നും ഓർക്കല്ല. അമ്മയ്ക്ക് ഒരു ചെറിയൊരു
പണ്ട് അച്ഛന്റെ കൂടെ ഒരു ക്യാമറ ഡാൻസ് കാണാൻ വേണ്ടി ക്യാമറ നടി മരിച്ചപ്പോ അതിന്റെ ഒരു ആത്മാവ് കയറിയെന്നാണ് എല്ലാരും പറയണതേ. അമ്മ അറിഞ്ഞോണ്ടല്ലേ, പാവം ക്ഷമിക്കണം. അത് ഈ ഒരു കാരണം കൊണ്ട് നിങ്ങളൊന്നും വേറൊന്നും ചിന്തിക്കല്ലത്. അച്ഛാ ഇവിടെ എങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കണം. അല്ല അത് എനിക്ക് കല്യാണം തന്നെ മതി. സമാധാനായി. നമുക്കിപ്പോഴും തെറ്റിയിട്ടില്ല, ചെറുക്കം കറക്റ്റാ. നമ്മൾ ഈ കൊടുക്കൽ വാങ്ങലൊക്കെ കൊടുക്കല് വാങ്ങലല്ല നമ്മ കൊടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാ രാവിലെ ഒരു കഷ്ണം പൊട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു, നന്നായിട്ട് കഴിച്ചു. വൈകുന്നേരത്തിന് കഞ്ഞി വല്ലതും കൊടുത്തു. അയ്യോ അതല്ല ചോദിച്ചത്, അത് സ്ത്രീധനക്കാത്തല്ല. എന്താ ഉള്ളേ അച്ഛനുള്ള അമ്മേ അടങ്ങിയതില്ല അടങ്ങിയതില്ല. അതെ, വീടും സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ വീട് മാത്രം മതി, ബാക്കിയുള്ളതെല്ലാം അവക്കാം. അവർക്ക് തമ്മിലൂടെ സംസാരിക്കുമ്പോഴേ ഇനി നെക്കുവരെ പിച്ചുമ്പോഴും പറയാണ്ടെങ്കിൽ അല്ല പെണ്ണിന് ചെറുപ്പം സംസാരിക്കല്ലേ എന്റെ മോനായത് കൊണ്ട് പറയല്ലേ അവൻ ഒരാളെ എടുത്ത് കൊണ്ടു. ലക്ഷ്മി ഇതിൽ കൂടുതൽ പഠിപ്പൊന്നുമില്ല. ഈ അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ബികോ ഒന്നും പറയാനില്ല, ചെറുക്കൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ആണല്ലേ? അപ്പൊ ശരി, കുഴപ്പമില്ല. പിന്നെ ചേട്ടൻ എത്ര വരെ പഠിച്ചു? ഞാനും ഈ പിള്ളേരുടെ ഒരു കുസൃതി മനസ്സിന്റെ പ്രേമം ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നു, അത് ആ കാലം തൊട്ട് ഉണ്ടാവൂല്ലോ. ചെറുക്കൻ അങ്ങനെയൊന്നുമില്ലോ അല്ലേ? വീട്ടിനടുത്ത് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അയ്യോ ചേട്ടാ, ഞാൻ അന്യ പുരുഷന്മാരുടെ മുഖത്ത് പോലും നോക്കില്ല. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ഭർത്താവ് ഉപേക്ഷിച്ച ഒരു പെണ്ണുണ്ട്. അതിന്റെ ഒരു ഇളയ മോന് ഇവന്റെ അതേ രൂപമാണ്, ശബ്ദമാണെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ പറയാം ഇവന്റെ മോനാണെന്ന്. ഒന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഈ ആൾക്കാർ ഓരോന്ന് പറഞ്ഞല്ലോ. ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പെണ്ണുങ്ങൾ പോകുന്ന വഴിയെ പോലും ഞാൻ നടക്കത്തില്ല. അല്ല, ഇനി കൂടെ സംസാരിപ്പിക്കണ്ട. ഇതേ കറക്റ്റായിട്ട് ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട, നമുക്ക് അങ്ങ് ഉറപ്പിക്കാം അങ്ങോട്ട്. ആണല്ലേ? അങ്ങനെയാണ് ഈ പോക്കും വരെ ഒന്നും വേണം, നമുക്ക് ഇന്ന് തന്നെ കല്യാണം കഴിക്കാം. അല്ല, ഇന്ന് തന്നെ വേണം. ആൾക്കാരെ ഒന്ന് അറിയിച്ചിട്ട് മതി. കുറച്ച് സ്വന്തക്കാരും ബന്ധക്കാരൊക്കെ ഉണ്ട്, ഒന്ന് അറിയിച്ചിട്ട് മതി. ഗ്രാമനിവാസികളുടെ ശ്രദ്ധയ്ക്ക് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് തന്നെ കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവർ പഞ്ചായത്തിൽ കോഴി കൊടുക്കണം. വില്ലേജ് ഓഫീസിൽ എത്തിച്ചേർന്ന് കോഴി വാങ്ങിക്കേണ്ടതാണ്. കോഴി വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ ഒരു സഞ്ചിയും കുറെ കോഴിത്തീറ്റയുമായി വില്ലേജ് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. എന്റെ പൊന്നു, എന്തൊക്കെ കാണിച്ചു. എന്നാ പറ്റിയ പോലെ ഇല്ലമ്മേ. ഇത് ഈ ഒരു അസുഖം മാത്രം ഇതിപ്പോ എന്നെ ചെയ്യുമെന്ന് ഞാൻ പറയാൻ പാടില്ല. ഞങ്ങൾ കാണിക്കാത്ത ഡോക്ടർമാരില്ല. അമ്മയായി പോയില്ല, തല്ലാനോ കൊല്ലാനോ പറ്റുമോ? ഞാനൊന്ന് പറയട്ടെ. പറ. ഇങ്ങനത്തെ അസുഖം ഉണ്ട്, ആ പുള്ളി മാറ്റി തന്നത് പുള്ളി അങ്ങനത്തെ ഒരു ഡോക്ടർ പോലത്തെ അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ വിളിക്കും? ഉണ്ട്. മന്ത്രവാദി ടൈപ്പ് ടീമാ പുള്ളി. ഏത് കേസ് വന്നാലും ഞാൻ വിടൂല. അതിനിപ്പോ ഒരു ഞാൻ മാറ്റി തരാം. പേടിക്കണം, നമ്മുടെ അസുഖം മാറാനല്ലേ? അണ്ടത്തെ വണ്ടി എടുത്തിട്ട് ഇവിടെ കളക്ടിക്കാറ് കളക്ടിക്കാറാൻ ഇവിടെ ഇവിടെ വരാൻ കളക്ടിക്കാറ് എപ്പോഴും തരാം. ഒഴിഞ്ഞുപോയി, എല്ലാം ഒഴിഞ്ഞുപോയി. ഇന്ന് കൃത്യം 3 മണിക്ക് തന്നെ തെക്കേക്കര ഗ്രാമനിവാസികൾ കോഴി വാങ്ങിക്കാൻ എത്തേണ്ടതാണ്. അയ്യോ എന്നെ ഒരു പ്രത്യേക സ്നേഹം എന്നോട് എന്നെ മോനെ. അയ്യോ, അമ്മയുടെ അസുഖം മാറി. മാറ്റാൻ പറ്റുന്നത് അമ്മയുടെ അസുഖം മാറി. ഒരുപാട് മുന്നിലോ ഈ മൊത്തം ഉറപ്പിക്കല്ലേ? അപ്പൊ ഞങ്ങൾ അവിടെ വരുന്നു, ഉറപ്പിക്കുന്നു, പിന്നെ പറയുന്ന ഒത്തിരി ദിവസം നീട്ടാതെ തന്നെ കല്യാണം നടത്തും. ഓക്കെ. അപ്പം ഇനിയിപ്പം വേറെ ചടങ്ങുകളൊന്നും കാണാം. അപ്പൊ ശരി എന്നാ. കാര്യം പറയാം, ആ വണ്ടി ഒന്നും അങ്ങോട്ട് മാറ്റി പറയാം. അതെ മോളെ, നിന്റെ വണ്ടി
ശരി കേട്ടോ. പക്ഷെ പുറകോട്ട് എടുത്തിട്ട് കൊടുത്താൽ മതി. അവർ വണ്ടി കയറ്റി തിരിച്ചോണ്ട് പോകാനേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എല്ലാം മാറിയില്ലല്ലേ? ഇടയ്ക്ക് ലീവ് കിട്ടുമ്പോഴേ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. ഇങ്ങോട്ട് പറയും. ശരി ശരി. ഈ പനയം ഒഴിഞ്ഞത് ആ പനയം വന്ന് കയറിയിട്ടുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി.